നമസ്കാരം. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റായി അധികാരത്തിൽ വന്നതിന് ശേഷം അമേരിക്കയുടെ ജിയോ പൊളിറ്റിക്സിൽ ഗണ്യമായ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 4 കൊല്ലക്കാലം അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോ ബൈഡൻ അമേരിക്കയുടെ മുഖ്യശത്രുവായി കണക്കാക്കിയിരുന്നത് റഷ്യയെയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെയുമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ജോ ബൈഡൻ അധികാരത്തിൽ വന്നതിന് ശേഷം അഫ്ഗാനിസ്ഥാനിൽ നിന്നും എത്രയും പെട്ടെന്ന് തന്നെ അമേരിക്കൻ മിലിറ്ററിയെ പിൻവലിച്ചതും യുക്രൈന് നാറ്റോവിൽ അംഗത്വം തരപ്പെടുത്താമെന്ന് പറഞ്ഞ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ റഷ്യക്കെതിരെ തിരിച്ചതും. യുക്രൈന് നാറ്റോ അംഗത്വം തരപ്പെടുത്താമെന്ന് പറഞ്ഞ ജോ ബൈഡന്റെ പാഴ്വാക്ക് കേട്ടാണ് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി റഷ്യക്കെതിരെ തിരിഞ്ഞത്. യുക്രൈന് നാറ്റോവിൽ അംഗത്വം കിട്ടുകയാണെങ്കിൽ റഷ്യക്ക് ഇനിയുള്ള കാലം അമേരിക്കയുടെയും നാറ്റോ സഖ്യരാഷ്ട്രങ്ങളുടെയും മിലിറ്ററി ഭീഷണികളെ നേരിടേണ്ടതായി വരും എന്ന് കൃത്യമായി മനസ്സിലാക്കിയ റഷ്യൻ പ്രസിഡന്റ് യുക്രൈനെ പരിപൂർണമായി പിടിച്ചടക്കാൻ വേണ്ടി തന്നെയാണ് യുക്രൈനെതിരെ മിലിറ്ററി ഓപ്പറേഷൻ ആരംഭിച്ചത്. ഏകദേശം 3 കൊല്ലക്കാലമായി യുക്രൈനും റഷ്യയുമായുള്ള യുദ്ധം തുടങ്ങിയിട്ട് ഈ കാലയളവിൽ റഷ്യക്ക് യുക്രൈനെതിരെ പരിപൂർണ വിജയം കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും റഷ്യൻ മിലിറ്ററി ഇതിനോടകം തന്നെ യുക്രൈൻ്റെ 28% വരുന്ന തന്ത്രപ്രധാനമായ പ്രദേശങ്ങൾ യുക്രൈനിൽ നിന്നും പിടിച്ചെടുത്തു കഴിഞ്ഞിരിക്കുകയാണ്. അമേരിക്കൻ ഗവൺമെൻറ് ഇതിനോടകം തന്നെ ഏകദേശം $130 ബില്യൺ യുക്രൈന് അവരുടെ റഷ്യയുമായുള്ള യുദ്ധത്തിന് വേണ്ടി ചിലവാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ബിസിനസ് മൈൻഡഡായ ഡൊണാൾഡ് ട്രംപിന് നന്നായി അറിയാം യുക്രൈന് റഷ്യയെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ പറ്റില്ല എന്നും. അതുകൊണ്ട് തന്നെ അമേരിക്ക ഇനിയും യുക്രൈൻ്റെ വാറിനു വേണ്ടി $multi-billion ചിലവാക്കുകയാണെങ്കിൽ അത് അമേരിക്കക്ക് ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന്. അതുകൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതിന് ശേഷം യുക്രൈനിന് നൽകിക്കൊണ്ടിരുന്ന സാമ്പത്തിക സൈനിക സഹായങ്ങൾ നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം നീണ്ടുപോവുകയാണെങ്കിൽ അത് അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും എക്കണോമിയെ തകർക്കും എന്ന് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ടെലഫോണിൽ സംസാരിച്ചതും സമാധാന ചർച്ചകൾക്ക് വേണ്ടി സൗദി അറേബ്യയിൽ ഒരുമിച്ച് കാണാനും തീരുമാനിച്ചത്. യൂറോപ്യൻ രാജ്യങ്ങളുടെയും അമേരിക്കയുടെയും സാമ്പത്തിക സഹായവും അതുപോലെ സൈനിക സഹായവും നിർലോഭം ലഭിച്ചുകൊണ്ടിരിക്കുന്ന യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഈ യുദ്ധം കൊണ്ട് യുക്രൈനും യുക്രൈൻ ജനതയ്ക്കും ഉണ്ടായ നഷ്ടങ്ങൾ കൃത്യമായും മനസ്സിലാക്കാൻ ശ്രമിക്കാതെ റഷ്യയുമായുള്ള യുദ്ധം തുടരാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഡൊണാൾഡ് ട്രംപിൻ്റെ പീസ് എഫേർട്ടിനെ തള്ളിക്കൊണ്ട് വ്ളാഡിമിർ സെലൻസ്കി ഇനിയും റഷ്യക്കെതിരെ യുദ്ധവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അടുത്തു തന്നെ വ്ളാഡിമിർ സെലൻസ്കിയെ യുക്രൈൻ ജനതയും അതുപോലെ അവരുടെ മിലിറ്ററിയും ചേർന്ന് അധികാരത്തിൽ നിന്നും പുറത്താക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. സെലൻസ്കിയുടെ പ്രസിഡൻഷ്യൽ ടെനർ 2024 മെയ്യോടുകൂടി അവസാനിച്ച ഈ പരിതസ്ഥിതിയിൽ വ്ളാഡിമിർ സെലൻസ്കി യുക്രൈൻ്റെ നിയമാനുസൃത പ്രസിഡന്റ് അല്ല എന്നാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വാദിച്ചുകൊണ്ടിരിക്കുന്നത്.